നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് നടന്നു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം എന്നീ 7 ജില്ലകളിലാണ് വോട്ടെടുപ്പ് നടന്നത്. തൃശൂർ ഉൾപ്പെടെ 7 ജില്ലകളിൽ തെരഞ്ഞെടുപ്പ് വ്യാഴാഴ്ച. വിവിധ കേന്ദ്രങ്ങളിൽ നടന്ന കുട്ടിക്കലാശം ആവേശമായി. തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കെ ഇടതുമുന്നണിയെ വെട്ടിലാക്കി PT കുഞ്ഞുമുഹമ്മദിനെതിരെയുള്ള പീഡന കേസ്. തിരുവനന്തപുരത്ത് ചലച്ചിത്രമേളയുടെ സ്ക്രീനിംഗിനിടെ ലൈംഗികാതിക്രമം നടത്തിയെന്ന പരാതിയിലാണ് പോലീസ് കേസെടുത്തത്. കടവല്ലൂർ പഞ്ചായത്തിൽപ്പെട്ട ഒറ്റപ്പിലാവ് മുട്ടിപ്പാലം തോട്ടിൽ താൽക്കാലിക ബണ്ട് നിർമ്മിച്ചതോടെ കടവല്ലൂർ കൊള്ളഞ്ചേരി തോട്ടിലെ വെള്ളം താഴ്ന്നു. അടിമനത്താഴം, കൊള്ളഞ്ചേരി എന്നീ പാടശേഖരങ്ങളിലെ 100ഓളം ഏക്കർ നെൽകൃഷി ഉണക്ക് ഭീഷണിയിൽ. പുതുക്കാട് ചുങ്കം റോഡിൽ KICB സബ്സ്റ്റേഷന് സമീപം ബൈക്കുകൾ കൂട്ടിയിടിച്ച് യുവാവിന് പരിക്കേറ്റു. വരാക്കര സ്വദേശി മാപ്രാണത്തുകാരൻ വീട്ടിൽ ഹെൻറിക് റോയിക്കാണ് പരിക്കേറ്റത്. ഒളിവിൽ കഴിഞ്ഞിരുന്ന പോക്സോ കേസ് പ്രതിയായ കലാമണ്ഡലം അധ്യാപകനെ ചെറുതുരുത്തി പോലീസ് ചെന്നൈയിൽ നിന്ന് പിടികൂടി. ദേശമംഗലം കൊല്ലൂർക്കാവിൽ കനകകുമാറിനെയാണ് അറസ്റ്റ് ചെയ്തത്. വടക്കാഞ്ചേരി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ചെറുതുരുത്തിയിൽ യുവാവിന്റെ കാറും പണവും കവർന്ന കേസിലെ 2 പ്രതികളെ കൂടി ചെറുതുരുത്തി പോലീസ് അറസ്റ്റ് ചെയ്തു. ഇരിങ്ങാലക്കുട ആളൂർ പതിയാരത്ത് പറമ്പിൽ സജിമാമ എന്നറിയപ്പെടുന്ന സജി, ചെറുതുരുത്തി കല്ലടിക്കുന്നത്ത് വീട്ടിൽ അഷ്റഫ് എന്നിവരാണ് അറസ്റ്റിലായത്. പാടൂർ വാണിവിലാസം UP സ്കൂളിൽ ശതാബ്ദി വർഷത്തിന്റെ സ്മരണയ്ക്കായി നിർമ്മിക്കുന്ന പുതിയ പ്രവേശന കവാടത്തിന് തറക്കല്ലിട്ടു. പൊതുജന പങ്കാളിത്തത്തോടെ 5 ലക്ഷം രൂപ ചിലവിലാണ് മനോഹരമായ പ്രവേശന കവാടം നിർമ്മിക്കുന്നത്. സ്കൂൾ മാനേജർ ഡെന്നീസ് കണ്ണാത്ത് പ്രവേശന കവാടത്തിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. ഗുരുവായൂർ ഇരിങ്ങപ്പുറം മണിഗ്രാം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദേശവിളക്ക് ആഘോഷം ഭക്തി നിർഭരമായി. കൊച്ചനാംകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് പാലക്കൊമ്പ് എഴുന്നള്ളിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി കളക്ടർ അർജുൻ പാണ്ഡ്യൻ. പോളിംഗ് സാമഗ്രികളുടെ വിതരണം നാളെ രാവിലെ മുതൽ ആരംഭിക്കും. പീച്ചി ഡാമിൽ നിന്ന് കൃഷി ആവശ്യത്തിനായി വെള്ളം തുറന്നുവിട്ട കനാൽ കവിഞ്ഞൊഴുകി. കുട്ടനെല്ലൂർ ഗവൺമെന്റ് കോളേജ് റോഡ് പരിസരത്തെ നിരവധി വീടുകൾ വെള്ളക്കെട്ടിൽ. തിരിഞ്ഞു നോക്കാതെ അധികൃതർ. തയ്യൽ തൊഴിലാളികൾക്ക് പ്രസവാനുകൂല്യ കുടിശ്ശിക ഉടൻ കൊടുത്തു തീർക്കണമെന്നും വിരമിക്കൽ തുക വർദ്ധിപ്പിക്കണമെന്നും ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ വെങ്കിടങ്ങ് പഞ്ചായത്ത് കൺവെൻഷൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. കൺവെൻഷൻ ജില്ലാ കമ്മിറ്റി അംഗം ബിന്ദു ജോസ് ഉദ്ഘാടനം ചെയ്തു. വെങ്കിടങ്ങ് പഞ്ചായത്തിലെ ഏനാകുളം വൃത്തിയാക്കിയ മൂവർ സംഘത്തെ ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. ഏനാമക്കൽ സ്വദേശികളായ തൈക്കാട്ടിൽ ജോസഫ് ആറ്റ്ലി, ലിജോ ചെറുവത്തൂർ, ജോസ് ചെറുവത്തൂർ എന്നിവരാണ് ഏനാകുളം വൃത്തിയാക്കിയത്. പെരിഞ്ഞനം കാരയിൽ ശ്രീ ഭുവനേശ്വരി ക്ഷേത്രത്തിൽ അഷ്ടനാഗക്കളം നടത്തി. ചടങ്ങുകൾക്ക് ക്ഷേത്രം ശാന്തി പ്രിൻസ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സംഗീത സംവിധായകൻ ജോൺസന്റെ 14ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് റീജിയണൽ തിയേറ്ററിൽ സ്മൃതി സന്ധ്യ സംഘടിപ്പിക്കും. 13-ന് വൈകിട്ട് റീജിയണൽ തിയേറ്ററിൽ സംവിധായകൻ സിബി മലയിൽ ഉദ്ഘാടനം നിർവഹിക്കും. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിച്ചു. നമസ്കാരം.